Dear student, our next topic, implementation of threads. Threads main ആയിട്ട് രണ്ട് രീതിയിലാണ് implement ചെയ്യുന്നത്. ഒന്ന് user level threads ഉം second one kernel level threads ഉം. User level threads എന്ന് പറഞ്ഞാൽ threads are implemented by a thread library associated with the code of a process. അതായത് ഒരു ത്രെഡ് ലൈബ്രറി ഉപയോഗിച്ചിട്ട് യൂസർ ലെവലിൽ ക്രിയേറ്റ് ചെയ്യുന്ന ത്രെഡ്സിനെയാണ് എന്ത് പറയുന്നത് യൂസർ ലെവൽ ത്രെഡ്സ് എന്ന് പറഞ്ഞത്. ഈ ഒരു ത്രെഡിനെ പറ്റിയിട്ട് കേർണൽ എന്താണ് അൺഅവെയർ ആണ്, അതിൻ്റെ എക്സിസ്റ്റൻസിനെ പറ്റി, അങ്ങനെ ഒരു ത്രെഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ പറ്റി കേർണൽ അറിയുന്നില്ല. ഓക്കെ, the kernel is unaware of the existence of this type of thread in a process. അതുകൊണ്ട് തന്നെ യൂസർ ലെവലിൽ ഒരു ത്രെഡിനകത്ത് ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ, ഒരു ബ്ലോക്ക് എന്തെങ്കിലും പ്രോബ്ലം വന്നത് ഹോൾട്ട് ചെയ്ത് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ആ ഒരു കംപ്ലീറ്റ് പ്രോസസ്സ് തന്നെ ഇവിടെ എന്ത് ചെയ്തേക്കും, ബ്ലോക്ക് ചെയ്യും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ യൂസർ ലെവൽ ത്രെഡിനെ പറ്റിയിട്ട് കേർണലിന് അറിയില്ല. അപ്പോൾ അവിടെ ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ അത് എന്താ മനസ്സിലാക്കണത്, ദാറ്റ് പ്രോസസ്സിനകത്ത് ഒരു ബ്ലോക്ക് വന്നു, ആ പ്രോസസ്സിനെ കംപ്ലീറ്റ് ആയിട്ട് കേർണൽ ബ്ലോക്ക് ചെയ്യും. ഇതാണ് ചെയ്യുന്നത്. The next one, kernel level threads. Kernel level threads എന്ന് പറഞ്ഞാൽ supported and managed directly by the operating system. Kernel level threads are supported and managed directly by the operating system, and kernel maintains a thread table in addition to the process table within the kernel space. കേർണൽ എന്തുകൂടി ചെയ്യുന്നുണ്ട്, ഒരു ത്രെഡ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രോസസ് ടേബിളിൻ്റെ കൂടെ തന്നെ ഇറ്റ് ക്രിയേറ്റ് എ thread table in addition to the process table within the kernel space to store the program counter, stack pointer, register and etc. അതായത് ഈ ഓരോ ത്രെഡിൻ്റെയും ഡീറ്റെയിൽസ്, പ്രോഗ്രാം കൗണ്ടർ, അതിന് ഓരോ ത്രെഡും സെപ്പറേറ്റ് ആയിട്ട് വരുന്ന പ്രോഗ്രാം കൗണ്ടർ, സ്റ്റാക്ക് പോയിന്റർ, രജിസ്റ്റർ, then അതിൻ്റെ ഐഡന്റിഫിക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് the kernel maintain a thread table in addition to the process table. Okay. Next are advantages and disadvantages of user level threads. User level threads ന്റെ advantages എന്താണെന്ന് നോക്കാം. First, a user level thread are easier and faster to create than kernel level threads. They can also be more easily managed. യൂസർ ലെവൽ ത്രെഡ്സ് ക്രിയേറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ദെൻ യൂസർ ലെവൽ ത്രെഡ്സ് ക്യാൻ ബി റൺ ഓൺ എനി ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ദെർ ആർ നോ കേർണൽ മോഡ് പ്രിവിലേജസ് റിക്വയർഡ് ഫോർ എ ത്രെഡ് സ്വിച്ചിങ് ഇൻ യൂസർ ലെവൽ ത്രെഡ്. യൂസർ ലെവൽ ത്രെഡ്സിൻ്റെ ത്രെഡ് സ്വിച്ചിങ്ങിനകത്ത് കേർണൽ ഇൻട്രാക്ഷൻ ഉണ്ടാവില്ല. കാരണം കേർണൽ അങ്ങനെ ഒരു ത്രെഡ്, യൂസർ ലെവൽ ത്രെഡ് എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് പോലും എന്തിനറിയില്ല, കേർണലിന് അറിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ യൂസർ ലെവൽ ത്രെഡ് സ്വിച്ചിങ് എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആർ ഡിസഡ്വാൻറ്റേജസ്. At most one user level thread can be in operation at one time, which limits the degree of parallelism. ഡിഗ്രി ഓഫ് പാരലലിസം എന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈം നമുക്ക് എത്രത്തോളം ത്രെഡുകൾ അല്ലെങ്കിൽ എത്രത്തോളം പ്രോസസ്സുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അറ്റ് എ ടൈം ഒരു സിംഗിൾ ലെവലിലുള്ള ഒരു സിംഗിൾ ത്രെഡ് മാത്രമേ ചെയ്യാൻ, യൂസർ ലെവൽ ത്രെഡ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എങ്കിൽ അത് എന്തിനെ റെഡ്യൂസ് ചെയ്യും, ഡിഗ്രി ഓഫ് പാരലലിസത്തിനെ റെഡ്യൂസ് ചെയ്യും. ദെൻ സെക്കൻഡ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, യൂസർ ലെവലിൽ ഒരു ത്രെഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ത്രെഡ് എന്തെങ്കിലും കാരണത്തിൽ അതിലൊരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ബ്ലോക്ക് ദ കംപ്ലീറ്റ് പ്രോസസ്. ഒരു പ്രോസസ്സിൻ്റെ ഒരു സെഗ്മെൻറ്റിനെയാണല്ലോ ത്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു യൂസർ ലെവലിലുള്ള ത്രെഡിൽ എന്തെങ്കിലും രീതിയിൽ ബ്ലോക്ക് സംഭവിച്ചാൽ അത് ആ കംപ്ലീറ്റ് പ്രോസസ്സിനെ തന്നെ ബ്ലോക്ക് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ എന്താണ്, the kernel doesn't know the difference between a thread and a process. It simply treat a thread like a process. അപ്പോൾ ത്രെഡിനെയും പ്രോസസ്സായിട്ടാണ് കേർണൽ ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രോസസ്സിൽ ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആ പ്രോസസ്സിനെ ബ്ലോക്ക് ചെയ്യുന്നത് പോലെ ഒരു സിംഗിൾ ത്രെഡിൽ ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് ഒരു സിസ്റ്റം കോൾ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് പ്രോസസ്സിനെ അവിടെ എന്ത് ചെയ്തേക്കും, ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ഇതാണ്
user level threads in the disadvantage എന്ന് പറയുന്നത്. And next kernel level threads. Kernel level thread in the advantage എന്ന് പറഞ്ഞാൽ multiprocessor environment multiple kernel level threads belong to a processor can be scheduled to run simultaneously on different CPUs, thereby resulting in computation speed. അതായത് പാരലൽ ആയിട്ട് ഒന്നിലധികം ത്രെഡ്സിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും എന്തിനകത്ത് kernel level threads ആണെങ്കിൽ. As the threads are managed directly by the kernel, if one thread issues a system call that blocks it, the kernel can choose another thread to run either from the same process or from some different process. Kernel level തന്നെ ത്രെഡ്സിനെ മാനേജ് ചെയ്യുന്നതുകൊണ്ട് അതിനകത്ത് വരുന്ന ഏതെങ്കിലും ഒരു ത്രെഡ് ഒരു ബ്ലോക്ക് സിഗ്നൽ അല്ലെങ്കിൽ സിസ്റ്റം കോൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രോസസ്സിൻ്റെ മറ്റ് ത്രെഡുകളിൽ എക്സിക്യൂഷൻ നടത്താം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രോസസ്സിൻ്റെ ത്രെഡുകളിലേക്ക് എക്സിക്യൂഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേ സ്ഥാനത്ത് യൂസർ ലെവൽ ത്രെഡാണ് കംപ്ലീറ്റ് പ്രോസസ്സ് തന്നെ അവിടെ എന്ത് ചെയ്തേക്കും ബ്ലോക്കായി പോകുന്നത്. ഓക്കെ, ദെൻ ഡിസഡ്വാൻറ്റേജസ്. The cost of creating and destroying threads in the kernel is relatively greater than that of user level threads. The kernel performs switching between the threads, which incurs overhead to the system. Contest switching in kernel level thread is overhead ആണ്. യൂസർ ലെവൽ ത്രെഡിനേക്കാളും ഓവർഹെഡ് ആണ് എന്ത് വരുന്നത് kernel level ത്രെഡിൽ വരുന്നത്. അതേപോലെ തന്നെ കോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനും ഡിസ്ട്രോയ് ചെയ്യാനുള്ള ത്രെഡ്സിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് യൂസർ ലെവൽ ത്രെഡ്സിനേക്കാളും കൂടുതലാണ് ഇവിടെ kernel level ത്രെഡിനകത്ത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഡിഫറൻസ് മനസ്സിലായില്ലേ, യൂസർ ലെവൽ ത്രെഡും kernel level ത്രെഡ്സും. നെക്സ്റ്റ് multi-threading models. Many systems support a hybrid thread model that contains both the user and kernel level threads along with the relationship between these threads. അപ്പോൾ ഈ യൂസർ ആൻഡ് kernel level ത്രെഡ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനകത്ത് വരുന്ന ചേഞ്ചസ് വെച്ചിട്ടാണ് നമ്മൾ ഡിഫറെൻ്റ് മൾട്ടി ത്രെഡിങ് മോഡൽസ് പറയുന്നത്. അതല്ല, ഫസ്റ്റ് മോഡൽ എന്ന് പറയുന്നത് മെനി ടു വൺ, അതായത് മെനി യൂസർ ലെവൽ ത്രെഡ്സ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓൺലി വൺ kernel level ത്രെഡ് വരുന്നതാണ് മെനി ടു വൺ എന്ന് പറയുന്നത്. ദെൻ 1 to 1, അതായത് ഓരോ യൂസർ ലെവൽ ത്രെഡിനും ഈക്വൽ ആയിട്ട് തന്നെ kernel level ത്രെഡ്സ് വരാം. 1 to 1 റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. മെനി ടു മെനി റിലേഷൻഷിപ്പ്, അതായത് ഒരു kernel ത്രെഡിന് മൾട്ടിപ്പിൾ യൂസർ ത്രെഡിനോട് റിലേഷൻ ഉണ്ടാവും. അതുപോലെ മൾട്ടിപ്പിൾ ഒരു യൂസർ ത്രെഡിന് മൾട്ടിപ്പിൾ kernel ത്രെഡുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാവുക. അങ്ങനെയുള്ളതിനാണ് മെനി ടു മെനി എന്ന് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, many to one. In this model, the kernel creates one kernel level thread in each process and the multiple user level threads of the process are associated with this kernel level thread. As the threads are managed in user space, this model produces a similar effect as that of user level threads. അപ്പം many to one എന്ന് പറയുമ്പോൾ ഒരു പ്രോസസ്സിൽ അതായത് നമുക്ക് ത്രെഡ് ലൈബ്രറി ഉപയോഗിച്ചിട്ട് മൾട്ടിപ്പിൾ യൂസർ ലെവൽ ത്രെഡ്സ് ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ ഇതിനെല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സിംഗിൾ kernel level ത്രെഡേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ത്രെഡ്സ് എന്ന് പറയുന്നത്, അതായത് മെനി ടു വൺ മോഡൽ എന്ന് പറയുന്നത് ഇറ്റ് ആക്ട് ആസ് എ യൂസർ ലെവൽ ത്രെഡ്. യൂസർ ലെവൽ ത്രെഡിനെ പോലെയാണ് അത് വർക്ക് ചെയ്യുന്നത് ഈ ഒരു മോഡലിനകത്ത്. ഓക്കെ, ദ അഡ്വാൻറ്റേജസ് ഓഫ് മെനി ടു വൺ മോഡൽ is that it incurs a low switching overhead as kernel is not involved while switching. അപ്പോൾ ഇവിടെ സ്വിച്ചിങ് വരുന്നത് മൾട്ടിപ്പിൾ ത്രെഡ്സ് വരുന്നത് എവിടെയാണ് യൂസർ ലെവലിലാണ്. അതുകൊണ്ട് തന്നെ ലോ സ്വിച്ചിങ് ഓവർഹെഡ് ആണ് ഇതിനകത്ത് വരുന്നത് മെനി ടു വൺ കേസിനകത്ത് വരുന്നത്. ദെൻ വാട്ട് ഇസ് ദ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു കേസിൽ മെനി ടു വൺ മോഡലിനകത്തുള്ള ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് user level threads ആണ് is equal to the user level threads. Okay, disadvantages of user level threads. എന്തായിരുന്നു യൂസർ ലെവൽ ത്രെഡ്സിനകത്ത് ഉണ്ടായിരുന്ന ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്? അല്ല, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു ത്രെഡ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോൾ പ്രോസസ്സ് തന്നെ എന്ത് ചെയ്ത് പോകും, ബ്ലോക്ക് ചെയ്ത് പോകും അല്ലേ. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പാരലായിട്ട് നമുക്ക് എക്സിക്യൂഷൻ പോസിബിൾ ആയിരുന്നില്ല എന്തിനകത്ത്, യൂസർ ലെവൽ ത്രെഡ്സിനകത്ത്. ഓക്കെ, കാരണം kernel level ത്രെഡ്
ഒരു യൂസർ ലെവൽ ത്രെഡിനെ അറ്റ് എ ടൈം ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. മൾട്ടിപ്പിൾ യൂസർ ലെവൽ ത്രെഡ്സ് ഉണ്ടെങ്കിൽ കൂടി അത് പാരലലായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയില്ല. Okay, multiple user level threads cannot run in parallel on multiple CPUs, thereby resulting in low concurrency. Okay, the next one, one-to-one model. One-to-one model എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ യൂസർ ലെവൽ ത്രെഡിനും കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടായിരിക്കും, ഒരു കേർണൽ ലെവൽ ത്രെഡ് ഉണ്ടായിരിക്കും. In this model, each user level thread is associated with a kernel level thread. The threads are managed by kernel. ഇവിടെ ത്രെഡ്സ് നമുക്ക് മെനി ടു വണ്ണിൻ്റെ കേസിൽ ത്രെഡ്സ് ആർ മാനേജ്ഡ് ബൈ യൂസർ ലെവലിലായിരുന്നു. ഇവിടെ ത്രെഡ്സ് ആർ മാനേജ്ഡ് ബൈ kernel level. Therefore, this model provides an effect similar to kernel level threads. Many modern operating systems such as Windows 2000 and Windows NT employs this model. Windows 2000 and Windows NT one-to-one model use ചെയ്യുന്നത്. And the advantages of one-to-one model is the multi-thread can run in parallel on multiple CPUs in a multiprocessor environment and a greater concurrency is achieved. One-to-one in the case, multiple threads can run in parallel on multiple CPUs that causes greater concurrency. Okay. Then second advantage in the second advantage, each user level thread is mapped into different kernel level thread. Blocking of one user level thread doesn't cause other user level threads to block. അതായത് ഓരോ യൂസർ ലെവൽ ത്രെഡും ഓരോ കേർണൽ ലെവൽ ത്രെഡുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് ഒരു യൂസർ ലെവൽ ത്രെഡിൽ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ അത് മറ്റു യൂസർ ലെവൽ ത്രെഡിനെ എന്ത് ചെയ്യില്ല, ബ്ലോക്ക് ചെയ്യില്ല. ഓക്കെ, one-to-one മോഡലിനകത്തുള്ള ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡിസഡ്വാൻറ്റേജസ് ഓഫ് കേർണൽ ലെവൽ ത്രെഡ് തന്നെയാണ്. അപ്പോൾ അതിൽ മെയിനായിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹൈ സ്വിച്ചിങ് ഓവർ ഹെഡാണ്. ഓക്കെ, അതായത് നമ്മൾ ഒരു യൂസർ ലെവൽ ത്രെഡിനകത്ത് എന്ത് ചെയ്യുമ്പം സ്വിച്ചിങ് നടക്കണമെങ്കിൽ അത് കേർണൽ ലെവലിലാണ് ചെയ്യുന്നത്. സോ ഹൈ കേർണലിൽ കൂടി ആ ഒരു സ്വിച്ചിങ് ഓപ്പറേഷനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്താണ് ഹൈ സ്വിച്ചിങ് ഓവർ ഹെഡാണ് ഉണ്ടാകുന്നത്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സെക്കൻഡ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ one-to-one മോഡലാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഓരോ യൂസർ ത്രെഡ് ക്രിയേറ്റ് ചെയ്യുമ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കേർണൽ ത്രെഡ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും അല്ലേ. 1-to-1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഓരോ പ്രാവശ്യവും യൂസർ ലെവൽ ത്രെഡ് ക്രിയേറ്റഡ് ഇൻ എ പ്രോസസ് ദ കറസ്പോണ്ടിങ് കേർണൽ ലെവൽ ത്രെഡ് ഈസ് ഓൾസോ റിക്വയർഡ് ടു ക്രിയേറ്റ്. അപ്പോൾ ഇതും എന്താണ്, നമുക്കൊരു മൾട്ടിപ്പിൾ കേർണൽ ലെവൽ ത്രെഡ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതും ഓവർ ഹെഡാണ് ഉണ്ടാകുന്ന പെർഫോമൻസിനകത്ത് ഡിഗ്രേഡേഷനാണ് സംഭവിക്കുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ മെനി ടു മെനി. Many to many. In this model, many user level threads are associated with the many kernel level threads. അതായത് ഇവിടെ നോക്കുക, ഈ ഒരു യൂസർ ലെവൽ ത്രെഡ് ഈ 3 കേർണൽ ലെവൽ ത്രെഡുമായിട്ട് കണക്റ്റഡ് ആണ്. അതുപോലെ ഈ 3 കേർണൽ ലെവൽ ത്രെഡും എന്തുമായിട്ട് കണക്റ്റഡ് ആണ്, ഈ യൂസർ ലെവൽ ത്രെഡുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് മെനി ടു മെനിയുടെ കേസിൽ ഓരോ യൂസർ ലെവൽ ത്രെഡും ഡിഫറെൻറ്റ് കേർണൽ ലെവൽ ത്രെഡുമായിട്ട് എന്തായിരിക്കാം, കണക്റ്റഡ് ആയിരിക്കാം. This implies that more than one user level thread may be associated with the same number of kernel level thread. Okay. മെനി ടു മെനി റിലേഷൻഷിപ്പിനകത്ത് യൂസർ ലെവൽ ത്രെഡിൻ്റെ അത്ര തന്നെ അല്ലെങ്കിൽ അതിൽ ലെസ് ആയിട്ടോ കേർണൽ ലെവൽ ത്രെഡ്സ് ഉണ്ടായിരിക്കണം. ഓക്കെ, then this model operating system including Solaris 2 and True 64 Unix employs this model. ഒരു മോഡൽ യൂസ് ചെയ്യുന്നത് Solaris 2-നകത്തും True 64 TRU 64 യൂണിക്സിലും ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ ദ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1-to-1 മോഡലിനകത്തും അതുപോലെ മെനി ടു വൺ മോഡലിനകത്തും ഉണ്ടായിരുന്ന പ്രോബ്ലംസ് എല്ലാം തന്നെ എന്തിനകത്ത് ഓവർകം ചെയ്യുന്നുണ്ട്, മെനി ടു മെനി മോഡലിനകത്ത് ഓവർകം ചെയ്യുന്നുണ്ട്. അപ്പോൾ 1-to-1 മെനി ടു വൺ മോഡലിനകത്തുള്ള മെയിനായിട്ടുള്ളൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പാരലലായിട്ട് ത്രെഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ ലോ കൺകറൻസി റേറ്റ് ആയിരുന്നു അതിനകത്ത് വരുന്നത്. ഇപ്പം മെനി ടു മെനിയുടെ കേസിൽ മെനി യൂസർ ലെവൽ ത്രെഡ്സ് ക്യാൻ ബി മേഡ് ടു റൺ ഇൻ പാരലൽ ഓൺ ഡിഫറെൻറ്റ് CPUs.
by mapping each user level thread to different kernel level thread. Okay. Then second disadvantage എന്ന് പറയുന്നത് നമുക്ക് ഒരു യൂസർ ലെവൽ ത്രെഡ് ബ്ലോക്ക് ചെയ്ത് കഴിയുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ആയി പോവുകയായിരുന്നു ചെയ്യുക. പക്ഷെ മെനി ടു മെനിയുടെ കേസ് വരുമ്പോൾ ബ്ലോക്കിംഗ് ഓഫ് വൺ യൂസർ ലെവൽ ത്രെഡ് ഡസൻറ്റ് റിസൾട്ട് ഇൻ ബ്ലോക്കേജ് ഓഫ് അതർ യൂസർ ലെവൽ ത്രെഡ്. കാരണം ഒരു ത്രെഡ് ഒന്നിലധികം കേർണലായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഒരു ത്രെഡിനകത്ത് എന്തെങ്കിലും ബ്ലോക്കേജ് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ത്രെഡ് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പാരലായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അത് കംപ്ലീറ്റ് പ്രോസസ്സിനെ ബ്ലോക്ക് ചെയ്യില്ല. Then third advantage എന്ന് പറയുന്നത് switching between user level thread associated with the same kernel level thread doesn't incur much overhead. Okay, switching between user level threads associated with the same kernel level thread doesn't incur much overhead. അതായത് ഒരേ കേർണലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ത്രെഡ്സ് തമ്മിലുള്ള എന്താണ് സ്വിച്ചിങ് എന്ന് പറയുന്നതിനകത്ത് ഓവർഹെഡ് അത്രത്തോളം തന്നെ പ്രോബ്ലംസ് ഉണ്ടാവാറില്ല. ഓക്കെ. ദെൻ ഫോർത്ത് വൺ, ദർ ഈസ് നോ റെസ്ട്രിക്ഷൻ ഓൺ ദ നമ്പർ ഓഫ് യൂസർ ലെവൽ ത്രെഡ്സ് ദാറ്റ് ക്യാൻ ബി ക്രിയേറ്റഡ് ഇൻ എ പ്രോസസ്. ആസ് മെനി യൂസർ ലെവൽ ത്രെഡ്സ് ആർ റിക്വയർഡ് ക്യാൻ ബി ക്രിയേറ്റഡ്. നമ്മൾ പറഞ്ഞിരുന്നു വൺ ടു വൺ റിലേഷൻഷിപ്പിനകത്ത് വളരെ യൂസർ ലെവൽ ത്രെഡ്സിന് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. കാരണം എത്ര യൂസർ ലെവൽ ത്രെഡ്സ് ക്രിയേറ്റ് ചെയ്യണോ അതിന് കറസ്പോണ്ടിങ് കേർണൽ ലെവൽ ത്രെഡ്സ് ക്രിയേറ്റ് ചെയ്യേണ്ടിയിരുന്നു. പക്ഷേ മെനി ടു മെനിയുടെ കേസിൽ വരുമ്പം യൂസർ ലെവൽ ത്രെഡ്സിന് എത്ര വേണമെങ്കിലും യൂസർ ലെവൽ ത്രെഡ്സിന് ക്രിയേറ്റ് ചെയ്യാം. ആ യൂസർ ലെവൽ ത്രെഡ്സിന് ഏതെങ്കിലും ഒരു കേർണലായിട്ട് എന്തുണ്ടായിരുന്നാൽ മതി റിലേഷൻഷിപ്പ് ഉണ്ടാവും. Okay. Then what the disadvantage of this system is the implementation of this model is very complex. അപ്പോൾ മെനി ടു മെനി ത്രെഡ് മോഡൽ എന്ന് പറയുന്നത് ഇംപ്ലിമെന്റ് ചെയ്യാൻ അത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ടാസ്ക്കാണ്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത് ഡിഫറെൻറ്റ് മൾട്ടി ത്രെഡിങ് മോഡൽസിനകത്ത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.